ഇന്നലെ വൈകിട്ട് ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ തിരക്കിട്ട പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. റോഡിൽ കൂടിക്കിടക്കുന്ന പാറക്കല്ലുകൾ പൊട്ടിച്ച ടിപ്പർ ലോറികളിൽ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ ഓഫീസർ, ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റും പിന്നെ ഫയറിന്റെ ആൾക്കാരും മോള് വരെ പോകുന്നുണ്ട്. ഡ്രോണിലെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. കൂറ്റൻ പാറക്കല്ലാണ് ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിലേക്ക് പതിച്ചിരുന്നത്. രാവിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ചുരത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഒന്നും രണ്ടും പാളികളല്ല, യഥേഷ്ടം പാളികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇന്നലെ വിചാരിച്ചത് 2-3 മണിക്കൂർ എന്നുള്ളതായിരുന്നു. കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് 6:30-ക്കുണ്ടായ ഒരു അപകടം, മണ്ണിടിച്ചിൽ പാറക്കല്ലൊക്കെ വീണത് ഇന്നലെ വൈകിട്ട് 6:30-ക്കാണ്. അതിനുശേഷം ഇതുവഴി ഒരു വാഹനവും കടത്തിവിട്ടില്ല. അത്യാവശ്യമുള്ള ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിട്ടിട്ടുള്ളത്. നേരത്തെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നാടുകാണി ചുരം വഴിയും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയുമാണ് ഇപ്പോൾ പോകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ കുറ്റ്യാടി ചുരത്തിന്റെ വീതി കുറവ് വലിയ പ്രതിസന്ധിയായി തുടരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഉണ്ട്. പോലീസ് ഞങ്ങളോട് പറഞ്ഞത് ഒരു വണ്ടിയും കടത്തി വിടരുത്, ആംബുലൻസ് ഒഴികെയുള്ള ആംബുലൻസ് മാത്രം കടത്തി വിടുക, ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തിയിടുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും പൂർണ്ണമായിട്ടും ഇവ മാറ്റിയാൽ, പാറക്കല്ലുകൾ മാറ്റിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.